കോൺഗ്രസിന്റെ എണ്ണപ്പെട്ട തലമുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിമാർ, എം പിമാർ, മുൻ PCC പ്രസിഡന്റുമാർ, MLA മാർ എന്ന് വേണ്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ, മുൻ കോൺഗ്രസ്സുകാർ നമ്മുടെ മുന്നിൽ എത്രയോ തെളിവുകളുണ്ട്. ഇതിലേറെ പറയുന്നു, ഒരു മുഖ്യമന്ത്രിയും MLA മാരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോവുകയും അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത സംഭവം പോലും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകും. എന്നാൽ ഇതൊന്നും കേരളത്തിലേക്ക് അങ്ങനെ വരാറില്ല. കേരളത്തിൽ പൊതുവെ കോൺഗ്രസ് വിട്ട അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളല്ലാത്ത ആളുകളൊക്കെയാണ് ബി ജെ പിയിലേക്ക് പോകാറ്. ഏറ്റവും ഒടുവിൽ പോയത് പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാൽ KPCCയുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത ഘടകമായ രാഷ്ട്രീയ കാര്യസമിതി അംഗമാണ്. മറ്റൊരാൾ പോയത് അബ്ദുള്ളക്കുട്ടിയാണ്. അതേപോലുള്ള നേതാക്കളൊക്കെ പോയിട്ടുണ്ട്. പത്മജയാണ് ഏറ്റവും ഒടുവിൽ പോയിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയാൻ കഴിയുന്ന ആൾ. ഇപ്പോഴിതാ കോൺഗ്രസ് അംഗം തന്നെ ഒരു പഞ്ചായത്തിൽ നേരെ പോയി BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അത് പോയത് എവിടെ നിന്നാണ്? കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം നേരെ പഞ്ചായത്തിലേക്ക് പോകുന്നു. പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയത്തിന് BJPയുമായി ചേർന്ന് വോട്ട് ചെയ്യുന്നു. സംഭവം നടന്നത് മറ്റെവിടെയുമല്ല, കാസർഗോഡ് ജില്ലയിലെ പൈവളിക പഞ്ചായത്തിലാണ്. ഒരേ ഒരു കോൺഗ്രസ് അംഗം, ആ കോൺഗ്രസ് അംഗം വോട്ട് ചെയ്തത് BJPയോടൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. BJP അംഗമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJPയാണ്. 8 അംഗങ്ങൾ, ഒരംഗവും കൂടി ചേർന്നു കോൺഗ്രസിൻ്റെ. അങ്ങനെ 9 അംഗങ്ങൾ വന്നു. അതേസമയം UDFിൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് LDFിനോടൊപ്പം നിന്നു, CPMനോടൊപ്പം നിന്നു. CPMന് ആകെ അവിടെ അംഗങ്ങളുള്ളത് 8 ആണ്. 6 CPIM അംഗങ്ങൾ, ഒരു CPI അംഗം, ഒരു സ്വതന്ത്ര അംഗം, അങ്ങനെ 8 അംഗങ്ങൾ. 2 അംഗങ്ങൾ മുസ്ലിം ലീഗിന്, ആ 2 അംഗങ്ങൾ LDFിനോടൊപ്പം നിന്നു, CPMനോടൊപ്പം നിന്നു. അതുകൊണ്ട് 9-നെതിരെ 10 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ഭരണം നിലനിർത്താൻ LDFന് കഴിഞ്ഞു. ഇതാണ് പൈവളിക പഞ്ചായത്തിൽ നടന്നത്. അങ്ങനെ ഒരു UDF ഘടകകക്ഷി, പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ അംഗം തന്നെ BJPയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിനാശ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏക അംഗം, അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അദ്ദേഹം കാണുന്നത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതാണ്. BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരേപോലെയാണ് കോൺഗ്രസും BJPയും. രാമക്ഷേത്രം നിർമ്മിക്കുന്നു BJP, അതിനെല്ലാം സഹായം നൽകുന്നു കോൺഗ്രസ്. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വം അതുമാത്രമാണ് ഒരു കുറവായി കോൺഗ്രസ്സുകാർ ഇപ്പോൾ കാണുന്നത്. അത് വേണ്ട, എന്ന് നമുക്ക് തീവ്ര ഹിന്ദുത്വം തന്നെ മതി എന്ന് തീരുമാനിക്കും. കാരണം അവിനാശിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗങ്ങൾ കാണുന്നത് മുതിർന്ന നേതാക്കളെയാണ്. ആ മുതിർന്ന നേതാക്കളൊക്കെ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ വേഷം കെട്ടി നടക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ ശിവവേഷം കെട്ടുന്നു, അതോടൊപ്പം തന്നെ ബ്രഹ്മാവിൻ്റെ വേഷം കെട്ടുന്നു, ഗണപതിയുടെ വേഷം കെട്ടുന്നു, ഹനുമാന്റെ വേഷം കെട്ടുന്നു. അങ്ങനെയാണ് ജനങ്ങളെ സമീപിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ വരെ. അതുതന്നെയാണ് താഴെത്തട്ടിലുള്ള അവിനാശിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും BJPയോടൊപ്പം ചേരാം, CPMനോടൊപ്പം ചേരേണ്ട എന്ന് നിലപാടെടുക്കുന്നു. പക്ഷേ അവിടെ മുസ്ലിം ലീഗ് അംഗങ്ങൾ 2 പേർ, ആ 2 പേർ എടുത്ത തീരുമാനമുണ്ട്. സിയ സുനീസും സുൽഫിക്കർ അലിയും അവരെടുത്ത ഒരു തീരുമാനമുണ്ട്. അവർ BJPയോടൊപ്പം പോയില്ല എന്ന് മാത്രമല്ല, BJPയുടെ അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു, CPMനോടൊപ്പം നിന്നു. എന്താണ് ഇന്ന് ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്? എന്താണ് കേരളം, എങ്ങനെയാകണം കേരളം എന്ന സൂചനയാണ് പൈവളിക പഞ്ചായത്ത് നൽകുന്നത്. എവിടെയാണ് മുസ്ലിം ലീഗ് നിൽക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സിയ സുനീസും സുൽഫിക്കർ അലി എന്ന 2 മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം എവിടെ നിൽക്കണം, എന്താണ് അവരുടെ ദൗത്യം, ആ ദൗത്യം എന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത് ആ 2 അംഗങ്ങൾ. അവർ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രതീകമാണ്. എന്താണ് കേരള രാഷ്ട്രീയം, എങ്ങോട്ടാണ് ചലിക്കുന്നത്, എവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കേണ്ടത്, എവിടെയാണ് മുസ്ലിം ന്യൂനപക്ഷം നിൽക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു സിയ സുനീസും സുൽഫിക്കർ അലിയും. അതുകൊണ്ട് തന്നെയാണ് പൈവളിക പഞ്ചായത്തിലെ ഈ ചെറിയ സംഭവം ഇത്രമാത്രം ചർച്ചയാകുന്നത്. പൈവളിക പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ചെറിയ സംഭവം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കേരളത്തിൽ BJPയോടൊപ്പം നിൽക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും വലിയ ചർച്ച.
ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നു. കോൺഗ്രസ് പറയുന്നു BJPയും പിണറായി വിജയനും തമ്മിൽ ധാരണയുണ്ട്, CPIMും BJPയും തമ്മിൽ ധാരണയുണ്ട് എന്ന്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ, പ്രസിഡന്റ് K സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇവരെല്ലാം മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ CPIMും BJPയും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് എന്ന്. സത്യത്തിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാടെന്ത്? കോൺഗ്രസിന്റെ ദേശീയ പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി പോലെയുള്ള പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നിലപാടെന്ത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം. ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം കേൾക്കാനും അതിൽ കാര്യമുണ്ടല്ലോ എന്ന് പറയാനും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തയ്യാറാകുന്നുണ്ട്. അത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസിനെ. അതിനെ നേരിടാൻ കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരണമാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന പ്രചാരണമാണ് BJP CPM ധാരണ എന്ന്. എന്നാൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പൈവളിക പഞ്ചായത്തിലെ 2 മുസ്ലിം ലീഗിന്റെ അംഗങ്ങളും ഒരു കോൺഗ്രസിന്റെ അംഗവും കേരളത്തോട് വിളിച്ചു പറയുകയാണ്. അത് കേരള രാഷ്ട്രീയം നാളെ എങ്ങോട്ട് ചലിക്കും, അല്ലെങ്കിൽ എങ്ങോട്ട് സഞ്ചരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ട് സഞ്ചരിക്കണം എന്നതിൻ്റെ സൂചനകളൊക്കെ ആ പൈവളിക പഞ്ചായത്തിലെ ഒരു അവിശ്വാസ പ്രമേയവും ആ അവിശ്വാസ പ്രമേയത്തിൽ നടന്ന വോട്ടെടുപ്പും നമ്മോട് പറയുന്നുണ്ട്, കേരളത്തോട് പറയുന്നുണ്ട്.